ICF കൊട്ടാരം എവിടെയാ? വലത്തായിട്ട് നിക്കടി. എന്താ എന്താ ഏട്ടാ? വലത്തായിട്ട് നിക്കാൻ. നീ ആര്? എവിടെന്ന് വരണ്? എന്റെ പേര് ദേവസേന. ഞാൻ വലിയമല കൊട്ടാരത്തിൽ നിന്ന് വരുന്നു. ഇവിടെ നിനക്ക് എന്തൊരു കാര്യം? ഞാൻ RLVയുടെ വർക്കിന് വന്നതായേട്ടാ. അതെന്തൊരപ്പി ഈ RLV? ചേട്ടൻ അറിയില്ലേ ISROയുടെ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിനെ കുറിച്ച്? ഓ അതായിരുന്നാ. ദാണ്ട് അങ്ങോട്ട് കാണുന്ന വലിയ കെട്ടിടമാണ് ICF കൊട്ടാരം. ഒത്തിരി നന്ദിയുണ്ട് ഏട്ടാ. റാണി, ആരാണ് നിങ്ങൾ? ഞാൻ ദേവസേന. രാജഗുരുവിനെ മുഖം കാണിക്കാൻ വന്നതാണ്. അങ്ങാരാണ്? ഞാൻ കട്ടപ്പ, ഇവിടത്തെ ആയുധപ്പുരയിലെ ഇൻചാർജാണ്. ദേവസേന, അതാ രാജഗുരു വരുന്നു. ദേവസേന എത്തിയല്ലേ? വലിയമല രാജൻ ദേവസേന എത്തുന്നതിനെ കുറിച്ച് അറിയിപ്പ് നൽകിയിരുന്നു. ദേവസേനയ്ക്ക് വർക്കിനെ പറ്റി അറിയേണ്ടതുണ്ടോ? ഉവ്വ് ഗുരു, ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ. ഇവിടെ സൗണ്ടിംഗ് റോക്കറ്റ് മുതൽ ഗഗൻയാൻ വരെയുള്ള വർക്കുകളാണ് നടക്കുന്നത്. അതൊക്കെ ചെയ്യാൻ സമർത്ഥരായ ഭടന്മാരുമുണ്ട്. ഇനി ദേവസേനയും അതിലൊരാളാവാൻ പോവുകയാണ്. ഞാൻ പറയുന്ന വർക്ക് ഒന്ന് ചെയ്തു നോക്കൂ. കട്ടപ്പ, ഞാൻ GRM മീറ്റിങ്ങിന് പോവാൻ ഇറങ്ങുകയാണ്. ദേവസേനയ്ക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുത്തേക്കൂ. ശരി ഗുരു, അങ്ങ് കൽപ്പിച്ചതുപോലെ. ശ്രദ്ധിച്ചു നോക്കൂ, ഇതാണ് റാണിയുടെ വർക്ക്. ഇതെന്നെ കൊണ്ടാകുന്നില്ല കട്ടപ്പ. റാണി പേടിക്കണ്ട, ഇത് പഠിപ്പിക്കാൻ പറ്റിയ യോഗ്യൻ ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ ഒരു യോഗ്യനോ? 1000 ബോൾട്ടുകൾ ഒറ്റയ്ക്ക് ടോർക്ക് ചെയ്തവൻ, ടോർക്ക് ചെയ്ത എല്ലാ ബോൾട്ടുകളും ഒറ്റയ്ക്ക് മാർക്ക് ചെയ്തവൻ, ആരും കയറാത്ത കണ്ടെയ്നറിൽ ഒറ്റയ്ക്ക് കയറിയവൻ, രാജമാതാ ശിവകാമി ദേവിയുടെ പൊന്നോമന പുത്രൻ, മീനംകുളം ബാഹുബലി. ആയുധം ബാഹു. ദേവസേന വീരരുകൾ 5
പുറകിലോട്ട് വലിച്ച് ഒറ്റയടി. അത്ഭുതം തന്നെ, ഇതിപ്പോ ശരിയായല്ലോ. Oh my God! സമയം 2 മണിയായിരിക്കുന്നു. ബാബു, നമുക്ക് പുരുഷന്റെ കടയിൽ പോയി ഓരോ ചായ കുടിച്ചാലോ? ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. പുരുഷു, ഒരു 3 ചായ 3 കടി. ദാ പിടിച്ച കട്ടപ്പ. ഇതെന്തോന്ന് മാമ, ഈ പഴംപരിക്ക് മാമന്റെ പ്രായമുണ്ടല്ലോ. ബാഹു, ഇവിടെയുള്ളവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്റെ ചായക്കടയാണെന്ന് ആരും മറക്കണ്ട കേട്ടോ. പുരുഷ പറഞ്ഞത് ശരിയാണ്. ISROയുടെ തലപ്പത്തിരിക്കുന്നവർ പലരും ഇവിടുന്ന് ചായ കുടിച്ചവരാണെന്ന കാര്യം മറക്കരുത്. അല്ല പിന്നെ, അങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടപ്പ. നമ്മുടെ ശിവൻജിയും സോമാജിയും ഒക്കെ ഇവിടെ നിന്നല്ലേ ചായ കുടിച്ചിരുന്നത്. രാജമാതയല്ലേ ആ വരുന്നത്? എന്തോ പ്രശ്നമുണ്ടല്ലോ. ബാഹു, കട്ടപ്പ, നിങ്ങളിവിടെ ചായയും കുടിച്ച് നിൽക്കുവാണ്. രാജഗുരു എത്ര നേരമായി നിങ്ങൾ അന്വേഷിക്കുന്നു. ക്ഷമിക്കണം രാജമാത, ഞങ്ങൾ ഒരു വേള പുരുഷുവിന്റെ ചായയിൽ ലയിച്ചുപോയി. ഞങ്ങൾ ഇപ്പൊ തന്നെ പോയി കണ്ടേക്കാം. രാജമാതാവും ഇവിടെ നിന്നാണോ ചായ കുടിക്കുന്നേ? രാജമാതാവിനാരുടെ പൂന്തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ ചായ കുടിക്കാൻ. മതി മതി ചായ കുടിച്ചത്, പെട്ടെന്ന് രാജഗുരുവിന്റെ അടുത്തേക്ക് ചെല്ല്. വല്ല ഷാറിലോ ചിത്രദുർഗയിലോ പറഞ്ഞു വിടാനായിരിക്കും അല്ലേ മാമ? എന്ത് വിധീത്, വല്ലാത്ത ചതീത്, ഓർക്കപ്പുറത്തെന്റെ പിന്നീന്നൊരടിയത്. ബാഹു, കട്ടപ്പ, ചക്രവർത്തിയുടെ ഓർഡർ ഉണ്ട്. RLV ലെക്സ് മിഷൻ 2 ആഴ്ചക്കകം ചെയ്യണമെന്ന്. എല്ലാവരെയും കൂട്ടി ചിത്രദുർഗയ്ക്ക് വിട്ടോ. അടുത്ത ആഴ്ച മാമന്റെ മോളുടെ കല്യാണം. കട്ടപ്പ, പ്രസിനെ കുറിച്ചും DPCയെ കുറിച്ചും ഓർത്തിരുന്നുവെങ്കിൽ നീ അത് പറയില്ലായിരുന്നു. ബൈ ദ ബൈ രാജഗുരു, അങ്ങ് തന്ന വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഭലേ ബേഷ് ദേവസേന, ഭലേ ബേഷ്. ഞങ്ങളുടെ പടയാളികളിൽ ഒരാളായി ഇനി ദേവസേനയും ഉണ്ടാവും. നന്ദിയുണ്ട് രാജഗുരു. നിങ്ങളെ ചിത്രദുർഗയിൽ സഹായിക്കാനായി ശ്രീഹരിക്കോട്ട കൊട്ടാരത്തിൽ നിന്നും ഞാൻ ഒരു മല്ലനെ ഇറക്കിയിട്ടുണ്ട്. ആരാണ് അയാൾ? ഇതുവരെ കണ്ടതെല്ലാം പോയി. ഇനി കാണാനുള്ളത് നിജം. അയാൾ ഇപ്പോൾ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. എന്താ അവിടെ ഒരു ബഹളം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, അത് നമ്മുടെ പ്രൊജക്ട് ചായ വന്നതാ. നമുക്ക് പെട്ടെന്ന് പോകാം, അല്ലെങ്കിൽ നമ്മുടെ ചായയും ബണ്ണും കിട്ടില്ല. കിട്ടി മാമ, എനിക്ക് ബണ്ണ് കിട്ടി മാമ. Bun, bun, bun. I don't like it.
ആയിരുന്നപ്പോൾ ഒരു ബൺ കിട്ടണമെങ്കിൽ 100 ഹോൾ വരെ ഒറ്റയ്ക്ക് ഡ്രിൽ ചെയ്യണമായിരുന്നു. ബണ്ണിന്റെ വില ഇവന്മാർക്ക് അറിയത്തില്ല. മാമാ ഇവൻ ആര്? ബാഹു, ഇവനാണ് ഷാർ കൊട്ടാരത്തിലെ റോക്കി ബായ്. അതിന് നമ്മൾ എന്തിനു പേടിക്കണം? ഒന്നും മിണ്ടാതിരിക്കു ബാഹു. അവന്റെ കയ്യിലുള്ളത് ബോഷിന്റെ ഡ്രില്ലിംഗ് മെഷീനാണ്. നമ്മുടെ കയ്യിലുള്ളതോ ഒരു ഉണക്ക വാളും ഒരു ബാസ്റ്റാർഡ് ഫയലും. അങ്ങനെ ബോഷിന്റെ ഡ്രില്ലിംഗ് മെഷീൻ കണ്ട് പേടിക്കുന്നവനല്ല ഈ മേനംകുളം ബാഹു. റോക്കി ബോയ്, ആ ബൺ അത് എനിക്കുള്ളതാണ്. വിട്ടു തരുന്നതാണ് നിനക്ക് നല്ലത്. ബാഹു, കത്തി താഴെയിടടാ. നിന്റെ രാജഗുരുവാടാ പറയുന്നത്. ചിത്രദുർഗയിൽ പോവാൻ പറഞ്ഞിട്ട് ഇവിടെ കൂടെ തല്ലുകൂടുന്നു. കയറി പോവാ ചിത്രദുർഗയിലേക്ക്. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. कुर्सी की पेटी इस तरह बांधी जाती है। ट्रेन नंबर 06605 के लिए इस तरह फीते को खींचे और पेटी खोलने के लिए फ्लैप को उठाएं। ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. उड़ान के दौरान कुर्सी की पेटी बांधे रखें। यात्रियों कृपया ध्यान दीजिए, कैबिन में हवा का दबाव कम होने पर ऑक्सीजन मास्क आपकी कुर्सी के ऊपर लगे पैनल से अपने आप नीचे आ जाएंगे। गाड़ी नंबर 066 ഓ, രാജഗുരുവിന്റെ ഒരു ഭാഗ്യം. ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യാവല്ലോ. ഫ്ലൈറ്റിൽ വന്നിട്ട് എന്ത് കാര്യം ദേവസേന? നമ്മളോടൊപ്പം വനഭൂമിയിലല്ലേ പണിയെടുക്കാൻ വരുന്നേ. ആ, അതാ ഒരു ആശ്വാസം. പെരിയോനേ എൻ റഹ്മാനേ, പെരിയോനേ റഹീം, പെരിയോനേ എൻ റഹ്മാനേ, പെരിയോനേ റഹീം. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. तुम्हारा इंचार्ज कौन है? മനസ്സിലായില്ല. अबे यार, हम हिंदी में ही पूछ रहे हैं ना. तुम्हारा इंचार्ज कौन है? എന്തോന്നടേ ഉമ്മാര് പറയണത്? ഒന്നും മനസ്സിലാവണല്ലോ. മുझे ഹിന്ദി മാലൂം, മുझे ഹിന്ദി മാലൂം. राकेश जी है हमारा इंचार्ज. सॉरी सॉरी सॉरी, राजगुरु है हमारा इंचार्ज. मैं उसको बुला के आता हूँ. बढ़िया है रोकी भाई, किसी को तो हिंदी आती है. മാമാ, നമ്മൾ ഹിന്ദി പഠിക്കേണ്ടിയിരിക്കുന്നു. അതെ, അത് ശരിയാണ് ബാഹു. അവൻ കയറി ആളായത് കണ്ടില്ലേ? वेल डन राजगुरु, तो कल सुबह मिलते हैं. ओके. റോക്കി, ബാഹു, നമുക്ക് ഫൈനൽ കൂട്ട് ക്ലോസ് ചെയ്യാൻ സമയമായി. ദേവസേനയെയും കട്ടപ്പയെയും വിളിച്ചോ. മാമാ, ദേവസേന ഇവിടെ കമോൺ. അപ്പോ എങ്ങനെയാ ഫൈനൽ തോർക്കങ്ങ് തുടങ്ങിയാലോ? മാമാ, ഇവൻ എന്താ നീ കാണിക്കുന്നേ? ഏതെങ്കിലും 10 ബോട്ട് ടോർക്ക് ചെയ്ത് ഡോണായവനല്ല ഞാൻ.
ഞാൻ ചെയ്ത 10 ബോൾട്ടും ത്രെഡില്ലാത്തതായിരുന്നു. ഓക്കെ, മതി മതി നിന്റെ തള്ളൽ. മര്യാദക്ക് ടോർക്ക് ചെയ്യാൻ നോക്ക്. കിശോര ചന്ദ്രശേഖരേ പ്രതിക്ഷണം എടാ മോനെ, നമുക്ക് RLB റൺവേയിൽ ഇറക്കണ്ടേ? വിഷമിക്കേണ്ട ഗുരു, ഞാൻ നോക്കിക്കോളാം. Mission abort. Repeat. Mission abort. Initiate emergency disconnect. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. റോക്കി, വിഷമിക്കരുത്. നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് പരിശ്രമിക്കാം. ജയ് ആർമി, ജയ് സോ.